പള്ളുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. കൊച്ചിൻ കോർപ്പറേഷന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.എ. ശ്രീജിത്ത് മുഖ്യാതിഥിയായി. പള്ളുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. കൊച്ചിൻ കോർപ്പറേഷന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തിയോട് ഉള്ള ഒരു താല്പര്യം സ്വാഭാവികമായും നഗരസഭയുടെ ഭാഗമാണെങ്കിലും നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ പറയുന്ന പരാതി പള്ളുരുത്തിക്കാർക്കും ബാധകമാണ്. പള്ളുരുത്തിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി വേഗത വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു ന്യായമായ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കൗൺസിൽ പള്ളുരുത്തി പ്രദേശത്തോട് പ്രത്യേകമായ പരിഗണന കാണിക്കുന്നത്. 1 കോടി രൂപ ചെലവഴിച്ച് പള്ളുരുത്തി ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സമ്പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കുന്നതിനൊപ്പം നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ടിന്റെ സഹകരണത്തോടെ EK നാരായണൻ സ്ക്വയറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കണ്ണങ്കാട്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. കരുവേലിപ്പടി, കച്ചേരിപ്പടി എന്നിവിടങ്ങളിൽ സ്പോർട്സ് ടറഫ് തുടങ്ങും. ഇടക്കൊച്ചിയിൽ ഇൻഡോർ സ്റ്റേഡിയം, പ്ലേ ഗ്രൗണ്ട് എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കും. പള്ളുരുത്തി പാരലൽ റോഡിന്റെ വികസനം എന്നീ 7 പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നമ്മൾ പള്ളുരുത്തിയിലും ഒരു സമൃദ്ധി തുടങ്ങാൻ തീരുമാനിച്ച കാര്യവും കൂടി അറിയിക്കുകയാണത്. മുൻകൈ എടുക്കുന്നത് വിഷുവാണ്. നമ്പ്യാപുരം ഡിവിഷനിലാണ് അത് വരുന്നത്. പള്ളുരുത്തിയോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യം തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്ന് മേയർ എന്ന നിലയിൽ ഉണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് 14ാം ഡിവിഷൻ കൗൺസിലർ ലൈലാദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് പുഷ്പലത VR സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V.A. ശ്രീജിത്ത് മുഖ്യാതിഥിയായി. ചടങ്ങിൽ മട്ടാഞ്ചേരി AEO സുധാ N, PTA പ്രസിഡന്റ് അഷ്കർ MK, കൗൺസിലർമാരായ PS വിജു, CN രഞ്ജിത്ത് മാസ്റ്റർ, CR സുധീർ, അശ്വതി വത്സൻ, AE ശശികല, കുടുംബശ്രീ ചെയർപേഴ്സൺ കസ്തൂരി, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വാധ്യാപകർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത അനീഷ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾട്ട് സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.